ദൈവം തീയിൽ നിന്ന് മോശയുമായി സംസാരിച്ചു. ദൈവം മോശയോട് ഈജിപ്തിലേക്ക് തിരികെ പോകാനും ഫറവോയോട് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിക്കാനും പറഞ്ഞു. ഫറവോ മോശയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ദൈവം ഫറവോയെ വിശ്വസിപ്പിക്കാൻ 10 പീഡകൾ അയച്ചു. എല്ലാ സ്ഥലങ്ങളിലും തവളകൾ, കീടങ്ങൾ, കൂടാതെ പകൽ സമയത്ത് ഇരുട്ട് ഉണ്ടായി. ഒടുവിൽ ഫറവോ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ സമ്മതിച്ചു. മോശ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് നയിച്ചു. പക്ഷെ അവരുടെ യാത്ര പൂർത്തിയായിരുന്നില്ല. അവർ ചെങ്കടലിന്റെ അടുത്തെത്തിയപ്പോൾ ഫറവോ തന്റെ മനസ്സ് മാറ്റി. തന്റെ സൈന്യവുമായി അവരെ പിന്തുടർന്നു. പക്ഷെ മോശ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ തന്റെ കൈ നീട്ടി കടൽ 2 പിളർന്നു. ഇസ്രായേലർ വറ്റിയ പാതയിലൂടെ നടന്നു. അവർ സുരക്ഷിതരായ ശേഷം കടൽ പഴയ നിലയിലായി. അവരെ പിന്തുടരാൻ കഴിയാതിരുന്നതിനാൽ മോശയും ഇസ്രായേലരും ഒടുവിൽ സ്വതന്ത്രരായി. അവർ സീനായ് എന്നൊരു മലയിലേക്ക് ദീർഘനേരം യാത്ര ചെയ്തു. അവിടെ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകി. അവ എങ്ങനെ ജീവിക്കണമെന്നും പരസ്പരം ദയയും നീതിയുമുള്ളതിന്റെ പ്രാധാന്യവും കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. മോശയുടെ ജീവിതം സാഹസങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞതാണ്. കൊട്ടയിൽ ജനിച്ചു വളർന്ന കുഞ്ഞായിരുന്ന മോശ തന്റെ ജനങ്ങളെ സ്വാതന്ത്ര്യം കണ്ടെത്താൻ നയിച്ച വലിയൊരു നേതാവായി. മോശ തന്റെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സഹായിച്ചു. അവരെ ദയയും നീതിയുമുള്ളവരായി ജീവിക്കാൻ പഠിപ്പിച്ചു.